സർ, ഈ ജയറാം രമേശ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീകളെല്ലാം അവരുടെ സ്വർണം ബാങ്കുകളിൽ പണയം വെക്കുന്നുണ്ട്. ഈ പണയം വല്ലാതെ കൂടി വരുന്നു. ഈ പണയം ഇങ്ങനെ കൂടി വരുന്നത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ തകരുന്നതിൻ്റെ അല്ലെങ്കിൽ വല്ലാതെ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ടാണ് ജയറാം രമേശ് അതിനെ കാണുന്നത്, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നത്. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ ഒരു പരാജയമാണ്, ഈ ഭരണത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. എന്താണ് ഇതിലൊരു വസ്തുത? ഈ ജയറാം രമേശ് അല്ലേ ഈ പ്രസ്താവന നടത്തിയത്? അതെ. ജയറാം രമേശ് ആരാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. ജയറാം രമേശ് കള്ളം പറഞ്ഞതിന് 20,000 രൂപ സ്വന്തം ആൾ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ മകൻ വിവേക് ഡോവൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞ് കാരവൻ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. വിവേക് ഡോവൽ ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തു. ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഈ ജയറാം രമേശ് അദ്ദേഹത്തിനോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. ആ കോടതി 20,000 രൂപ സ്വന്തം ആൾ ജാമ്യത്തിൽ പുറത്തുവിട്ടു. ഇതാണ് ഇദ്ദേഹം കള്ളം പറയുന്നതിൻ്റെ. ഇനി ഇദ്ദേഹം കള്ളത്തരം കാണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇദ്ദേഹം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഒരിക്കലും ഇദ്ദേഹം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു ഹർത്താൽ നടക്കുന്ന ദിവസം യൂണിയൻ കാർബൈഡിലെ ഏറ്റവും മാരകമായ 40 ടൺ വിഷം മധ്യപ്രദേശിലെ പീതാംബൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി ഇദ്ദേഹം ഈ ഹർത്താലിൻ്റെ മറവിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഇത് ഗ്രാമവാസികൾ പിന്നീട് അറിഞ്ഞു. ഗ്രാമവാസികളോട് ഇദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞു ഇനി മേലെ അത് ചെയ്യില്ലെന്ന്. അങ്ങനെ കള്ളം പറയുന്നതിലും കള്ളത്തരം ചെയ്യുന്നതിലും പ്രത്യേക റെക്കോർഡുള്ള ഒരാളാണ് ജയറാം രമേശ്. അതൊരു അധമപ്രവൃത്തി കൂടിയാണ്. അധമപ്രവർത്തനം ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനൊരു ഈ ഒരു പ്രസ്താവന ബാങ്കിങ് ഇൻഡസ്ട്രിയെ ഏറ്റവും പോസിറ്റീവായിട്ട് ഇന്ത്യയിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യുന്ന ഒരു ലോൺ ഓപ്പർച്യൂണിറ്റിയെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നതിന് കാരണം ഈ മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ ഒരു തമാശ പറയും. ബോസ് പൊട്ടനാണെങ്കിൽ മിടുക്കന്മാർ താഴെയുണ്ടെങ്കിൽ അവരും പൊട്ടത്തരം പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അതാണോന്ന് കാരണം എന്ന് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ഈ ലോണിലേക്ക് വരാം. ബാങ്കിങ് ലോണുകളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സെക്യൂർഡ് ലോണെന്നും മറ്റത് അൺസെക്യൂർഡ് ലോണെന്നും. സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഈട് വെച്ചിട്ട് കൊടുക്കുന്ന ലോണുകളാണ്. മനസ്സിലായില്ലേ? സ്വർണം, വസ്തു, വാഹനം, വീട്, പ്രോപ്പർട്ടി, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഇതെല്ലാം ഈട് വെച്ച് കൊടുക്കുന്ന ലോണുകളാണ്. ഇത്തരം ലോണുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ ബാങ്കിന് എളുപ്പമാണ്. ബാങ്കിങ് ഇൻഡസ്ട്രി അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ലോണുകളാണ്. കാര്യം കിട്ടാക്കടമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്തരം ലോണുകളുടെ പലിശ നിരക്ക് പൊതുവെ കുറവായിരിക്കും. ഇനിയും രണ്ടാമത്തെ തരമാണ് അൺസെക്യൂർഡ് ലോൺ, അതായത് ഈടില്ലാത്ത തരം ലോൺ. അത് വ്യക്തിഗത വായ്പകളെ, ക്രെഡിറ്റ് കാർഡിന്മേൽ കൊടുക്കുന്ന വായ്പകളൊക്കെ. ഇത്തരം ലോണുകളുടെ പ്രോസസ്സിങ് വളരെ സങ്കീർണമാണ്. ഇതിൻ്റെ പലിശ നിരക്ക് വളരെ കൂടുതലാണ്. ഇതെല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. ഇത് ബാങ്കിങ് വ്യവസായത്തിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ലോണുമാണ്. ഉദാഹരണത്തിന് IT മേഖലയിലുള്ള ജീവനക്കാർക്ക് വ്യക്തിഗത വായ്പകൾ ധാരാളം കൊടുക്കാറുണ്ട്. IT മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു മാന്ദ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ മൊത്തം ബാങ്കിന് കിട്ടാക്കടമായിട്ട് മാറും. അപ്പോൾ ഈ ഈടുള്ള ലോണുകൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പണയം ഈടുള്ള ലോണാണ്. ഈ കാരണത്താൽ തന്നെ ബാങ്കിങ് വ്യവസായത്തിന്, ബാങ്കിങ്ങിൻ്റെ ലെൻഡിങ്, കടം കൊടുക്കുന്ന ആ ബാങ്കിങ് സമ്പ്രദായത്തിന് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഇനി രണ്ടാമത്തെ ജയറാം രമേശിൻ്റെ പരാതി സ്ത്രീകൾ ലോൺ എടുത്തു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളത് എല്ലാ ഗവൺമെൻറ്റുകളുടെയും ലക്ഷ്യമാണ്. സ്ത്രീകളെ ബാങ്കിങ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ ഗവൺമെൻറ്റുകളുടെയും ലക്ഷ്യമാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന പ്രത്യേക ഒരു ഡ്രൈവ് വഴി, പ്രത്യേക ഇനിഷ്യേറ്റീവ് വഴി നരേന്ദ്രമോദി സീറോ ബാലൻസ്, അതായത് പൈസയൊന്നും കൊടുക്കാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഗ്രാമപ്രദേശങ്ങളിൽ വൻ ശ്രമം നടത്തി എല്ലാവരെയും ഇന്ന് ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ, ഈ ലോൺ എടുത്ത സ്ത്രീകളൊക്കെ എവിടെ നിന്നായിരുന്നു പണ്ട് ലോൺ എടുക്കേണ്ടിയിരുന്നത്? ഒന്നുകിൽ വട്ടി പലിശക്കാരുടെ, അല്ലെങ്കിൽ ഇവിടെ ബാങ്കിങ് ഇതര മേഖല, ബാങ്കിങ് ഇതര സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇവിടെ 1 കിലോമീറ്ററിൽ 10-15 സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളുണ്ട്. ദേശീയ തലത്തിൽ പരസ്യം കൊടുക്കുന്നതും ലോക്കൽ തലത്തിൽ പരസ്യം കൊടുക്കുന്നതുമായിട്ടുള്ള, അല്ലേ? അവിടുത്തേക്ക് പലിശ നിരക്കുകളും അവിടെ നടക്കുന്ന ചൂഷണവുമൊക്കെ അത് വലിയൊരു ചൂഷണവും ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണത്. അവിടെ നിന്ന് ഈ സ്ത്രീകൾ ബാങ്കിങ് മേഖലയിലേക്ക് മാറി എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വിജയമായി വേണം കാണാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 ഗ്രാമിന് 8,000-ൽ പരം രൂപയോ മറ്റോ വിലയുണ്ട്. 1 പവൻ 8 ഗ്രാം എന്ന് പറയുമ്പോൾ 70,000 രൂപ വിലയുണ്ടെങ്കിൽ ഈ 1 ഗ്രാം സ്വർണം ഒരു സ്ത്രീ ബാങ്കിൽ കൊണ്ടുവന്ന് ലോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർജിൻ കുറച്ച് കൊടുക്കുന്ന ലോണിനെ ലോൺ ടു വാല്യൂ, LTV എന്ന് പറയും. 25% വില കുറച്ചിട്ട് മാർജിൻ കുറച്ച് ബാങ്ക് കയ്യിൽ വെക്കും. ഈ ഒരു 50,000 രൂപ ഒക്കെ ലോൺ കിട്ടാൻ 1 പവൻ സ്വർണം പണയം വെച്ചാൽ മതി. ഒരു സ്ത്രീയുടെ കയ്യിൽ 50,000 രൂപ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബെബ്കോയുടെ മുമ്പിൽ ക്യൂ നിൽക്കാൻ പോവില്ല. ഇല്ലേ? സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്ന ലോണ് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയായിരിക്കും അവരത് ഉപയോഗിക്കുന്നത്, ചിലവഴിക്കുന്നത്. ഇനി ഒരാൾ ലോൺ എടുക്കുന്ന എപ്പോഴാണ്? ഈ ലോൺ എടുക്കുന്ന പൈസ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്നുള്ള
ആത്മവിശ്വാസം ഉള്ളപ്പോഴാണ്. അപ്പോൾ സ്ത്രീകൾ ലോൺ എടുക്കുന്നത് ഈ ഭാരതത്തിലെ സ്ത്രീകളുടെ ആത്മവിശ്വാസം ഉയർന്നതിൻ്റെ ഒരു സൂചകമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ലോൺ വളർച്ച നമ്മുടെ എക്കണോമിയുടെ ഒരു പോസിറ്റീവ് സൂചകമാണ്. ഇതിനെയാണ് ഈ വിദ്വാൻ എന്തിനോ അദ്ദേഹത്തിന്റെ ബോസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു പ്രസ്താവന ഇറക്കി. മോഡിയുടെ പരാജയം, ഇത് ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ്, മോഡിയുടെ വിജയമാണ്, ഇവിടുത്തെ സ്ത്രീകളുടെ വിജയമാണ്. ഇതിനെ ആ രീതിയിലാണ് കാണേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് മൈക്രോ ഫിനാൻസ് ലോൺ സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്നത്? സ്ത്രീകളുടെ തിരിച്ചടവ് ശീലം, അത് ഈ റീപേയ്മെന്റ് ഹാബിറ്റ് വളരെ ഡിസിപ്ലിൻഡ് ആണ്, വളരെ അച്ചടക്കത്തോടു കൂടിയാണ്. പുരുഷന്മാർക്ക് മൈക്രോ ഫിനാൻസ് ലോൺ കിട്ടുന്നത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഏജൻസികളൊക്കെ അവിടത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വളരെ കൂടുതലാണ്. പല ഏജൻസികളും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് വലിയ ഇൻട്രസ്റ്റിനാണ് അവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ചൂഷണത്തിന്റെ ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവർ നേരെ ബാങ്കിൽ വന്ന് വളരെ സുതാര്യമായി ഭാരതത്തിന്റെ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ലോൺ എടുക്കുന്നതിനെയാണ് ഈ വിദ്വാൻ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. എന്നാൽ ഈ ജയറാം രമേശിന് സ്വർണ്ണ പണയമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ചോദ്യമുണ്ട്. അതിനിടയ്ക്ക് ഒറ്റ കാര്യം സാർ, ഈ ഒറ്റയടിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ആളുകൾ തെറ്റിദ്ധരിക്കും. കാരണം ആളുകളെല്ലാം ദാരിദ്ര്യത്തിന്റെ പുറത്താണല്ലോ കൊണ്ടുപോയി ഇത് വെക്കുന്നത് എന്നൊരു ധാരണയിലേക്ക് അങ്ങ് പെട്ടെന്ന് മനുഷ്യന്മാരങ്ങ് പോവും. ആ ഒരു ഇതും കൂടി പിടിച്ചുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ കാണേണ്ടത് എന്താണ്? ഈ അൺഓർഗനൈസ്ഡ് ആയിട്ട്, അൺഎത്തിക്കലായിട്ട്, നിയമവിരുദ്ധമായിട്ട്, ചൂഷണത്തിന് വിധേയമായിട്ട് സ്വർണ്ണപ്പണയം കൊടുക്കുന്ന മേഖലകളിൽ സ്വർണ്ണപ്പണയം വളരെ കാര്യമായി കുറഞ്ഞു. ഒരുപക്ഷെ ജയറാം രമേശിന്റെ വിഷമം അവിടെ ആയിരിക്കും. കാര്യം ഇവിടെ വലിയ ബിസിനസ് ഹൗസുകളുണ്ട്, അറിയാമല്ലോ. ഇവിടെ സ്വർണ്ണപ്പണയം കൊണ്ട് നടക്കുന്ന വൻ ബിസിനസ് ഹൗസുകളുണ്ട്. അവരുടെയൊക്കെ ഫിനാൻസിയേഴ്സും ഒക്കെ ആയിരിക്കും. അവിടെ സ്വർണ്ണപ്പണയം ഗണ്യമായി കുറഞ്ഞു. അവിടെ സ്വർണ്ണപ്പണയം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണമൊന്നുമില്ല. ഈ ബാങ്കിങ് ഇതര മേഖലയിൽ സ്വർണ്ണപ്പണയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വക ആരോപണങ്ങളൊന്നുമില്ല. ഈ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ KSFE സഹകരണ ബാങ്കുകളുടെയൊക്കെ പ്രധാന പ്രവർത്തനം സ്വർണ്ണപ്പണയമാണ്. അവിടെ ഒന്നും ഈ പരാതികളില്ല, ആർക്കും ആ പരാതിയില്ല. അങ്ങനെ കേരള ഗവൺമെന്റ് ധനകാര്യമന്ത്രി പറയണം സ്ത്രീകൾ സ്വർണ്ണപ്പണയം എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനവും KSFE ഒക്കെ അത് സാരമായി ഓവർനൈറ്റിൽ ബാധിക്കും. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ പറഞ്ഞു വന്നത്. ജയറാം രമേശിന് ഈ സ്വർണ്ണപ്പണയ ഈ വ്യാപാരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതും പരസ്യമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഈ സ്വർണ്ണക്കടത്ത് വൻ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ, അല്ലേ? ഇവിടുത്തെ ഈ അടുത്ത സമയത്ത് ഭരണപക്ഷത്തെ ഒരു MLA വിപ്ലവം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് രണ്ട് ഗ്രീവൻസ് എന്തായിരുന്നു? കസ്റ്റംസ് പിടിക്കാത്ത സ്വർണ്ണം എന്തിനാണ് പോലീസ് പിടിക്കുന്നത്? രണ്ടാമത്, സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സ്ത്രീകളോട് പോലീസ് മോശമായി പെരുമാറുന്നു, ഇല്ലേ? പിന്നെ നമുക്കറിയാം സ്വർണ്ണക്കടത്തുകാർക്ക് എസ്കോർട്ട് പോകുന്ന പാർട്ടി സംഘങ്ങളെ, ആ എസ്കോർട്ട് സംഘത്തിൽ നിന്ന് തട്ടിയെടുക്കുന്ന വേറെ സംഘങ്ങളെ, അല്ലേ? ഈ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പോയി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കടന്ന സംസ്ഥാനമാണിത്, അല്ലേ? അപ്പം ഇവിടെ പിന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർണം കടത്തിയെന്ന ആരോപണം, ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തുന്ന ആരോപണം, പായസപാത്രത്തിൽ കടത്തി, ബിരിയാണി ചെമ്പിൽ കടത്തി, അങ്ങനെ സ്വർണം, ഇങ്ങനെയൊക്കെ വരുന്ന സ്വർണം ഒരാരോപണമാണ്. ഇത് ഒരു നിരീക്ഷണവും ആരോപണമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന സ്വർണം ആഭരണമാക്കി മാറ്റിയിട്ട് ഹൈ ടിക്കറ്റ് ഗോൾഡ് ലോണുകൾ, 10 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷത്തിൻ്റെ ഗോൾഡ് ലോണുകൾ ഈ ഓപ്പറേറ്റേഴ്സ് എടുക്കുന്നതായി ചില സൂചനകളുണ്ട്. അത് റിസർവ് ബാങ്കിൻ്റെയും ഈ ബന്ധപ്പെട്ട അധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീടോ വസ്തുവോ ഒക്കെ ഈടാക്കി വെച്ച് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ബാങ്ക് ചെക്ക് ചെയ്യും. നമ്മുടെ ഹൗസിംഗ് ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആധാരത്തിൻ്റെ 3 ആധാരം പുറകോട്ട് പോയി ഇതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെ വന്നതെന്ന് നോക്കും. പക്ഷേ ഈ ഹൈ ടിക്കറ്റ് ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ 10 ലക്ഷം, 20 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം മുതൽ സ്വർണ്ണപ്പണയം എടുക്കുമ്പോൾ ഈ സ്വർണത്തിൻ്റെ ഉറവിടം എന്താണെന്ന് ഇന്ന് പരിശോധിക്കാൻ പരിശോധിക്കുന്നില്ല. ഇത് പരിശോധിക്കാമോ എന്ന് ജയറാം രമേശ് പരസ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചില ഘടകകക്ഷികൾ ജയറാം രമേശിന്റെ പാർട്ടി വിട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജയറാം രമേശ് അതാണ് ചോദിക്കേണ്ടത്. ഇവിടുത്തെ സ്ത്രീകൾ എടുക്കുന്ന 50,000 രൂപയുടെ, ഈ സ്ത്രീകൾ എടുക്കുന്ന ലോണിന്റെ ആവറേജ് ടിക്കറ്റ് സൈസ് 50,000 മുതൽ 60,000 വരെയാണ് സാധാരണ വരുന്നത്. പിന്നെ സെൽഫ് എംപ്ലോയിഡുള്ള സ്ത്രീകളൊക്കെ തീർച്ചയായിട്ടും സ്വർണ്ണപ്പണയം, നമ്മൾ ഈ സ്വർണം കൊണ്ടുവന്ന് ലോക്കറിൽ വെക്കുമ്പോൾ, 1 പവൻ സ്വർണം കൊണ്ടുവന്ന് ലോക്കറിൽ വെക്കുമ്പോൾ 70,000 രൂപ വെറുതെ നിഷ്ക്രിയമായി വിൽക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും അത് കഴിവുള്ള സ്ത്രീകൾ അതിൻ്റെ ലിക്വിഡിറ്റി, അതിൻ്റെ ക്യാഷ് വാല്യൂ ഉപയോഗിച്ച് അവരുടെ കഴിവനുസരിച്ച് അത് വിനിയോഗിക്കണം. അപ്പോൾ സ്വർണ്ണപ്പണയം ഉയരുന്നത് ഒരു വലിയ പോസിറ്റീവ് സൂചകമാണ്. ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, സ്ത്രീകളുടെ എംപവർമെൻറ്റ് നല്ലതാണ്. ഈ രാജ്യത്തെ സാമ്പത്തിക ഈ സ്വർണ്ണപ്പണയം എടുത്തിട്ട് അവർ പേഴ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. ഈ പണയ വസ്തു രൂപ ഉപയോഗിച്ച് അവർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അത് എക്കണോമിയെ ഒരു ശൃംഖല, എക്കണോമിയുടെ ചെയിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കുകയാണ്. ഈ മണി സർക്കുലേറ്റ് ചെയ്യുകയാണ്, അല്ലേ? 71%
മണി ലെൻഡിങ് കടം കൊടുക്കൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു. അതനുസരിച്ച് എക്കണോമിയിൽ വളർച്ചയുണ്ടായി. ഇതൊക്കെ ജയറാം രമേശിന് അറിയാം. അയാൾ IIT-ലൊക്കെ പഠിച്ച എഞ്ചിനീയറാണ്. അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഈ ബോസ് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം അദ്ദേഹം അടുത്തിടെ അദ്ദേഹത്തിന് നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ആൻ MP. ആ ദൗർഭാഗ്യവശാൽ ഞാനൊരു പാർലമെന്റ് അംഗമാണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇദ്ദേഹം ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ല, അൺഫോർച്ചുനേറ്റ്ലി ഫോർ യു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എഴുതി കൊടുത്തത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു കാണാൻ പഠിച്ചത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം പണ്ടൊരു ആരോ രാജാവിനെ നോക്കിയിട്ട് പുകഴ്ത്താൻ വേണ്ടിയിട്ട് രാജാവിനെ പുകഴ്ത്താൻ ആളുകളെ വെക്കുമായിരുന്നു പണ്ടത്തെ രാജഭരണകാലത്ത്. അതിലൊരാൾ ചൊല്ലുകയാണ്, മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. കാര്യം ഈ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് അത് കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ബോസുമാരുണ്ടാക്കി കഴിഞ്ഞാൽ ഈ മിടുക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അതാണ് ആ ഒരു കാരണം കൊണ്ട് ആവശ്യമില്ലാതെ എന്താണ് കാര്യം കാണാൻ വേണ്ടി പുകഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അർദ്ധസത്യങ്ങൾ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.